എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ മഹാലക്ഷ്മി പൂജ, അതുപോലെ തന്നെ ഗണപതി പൂജ, ശിവപൂജ, വിഷ്ണു പൂജ, അതുപോലെ തന്നെ എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം കാണും. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകണം, അതുപോലെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും സമ്പത്തും എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഈ പൂജയിൽ തിരുമേനിയുടെ പൂജയിൽ വിശ്വാസമുള്ളവർ മാത്രം കാണും. വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്ന് കളയുക. എല്ലാ ദിവസവും നിങ്ങൾ നല്ല ചിന്തകൾ മനസ്സിലുണ്ടാകും. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരൂ. ഐശ്വര്യത്തിന് അടിസ്ഥാനം, പോസിറ്റീവ് എനർജിക്ക് അടിസ്ഥാനം, ജീവിത വിജയത്തിന് എല്ലായ്പ്പോഴും നമ്മൾ നല്ല ചിന്തകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യമുണ്ട്. അതുപോലെ തന്നെ തിരുമേനി പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. അതുപോലെ പരിഹാരക്രിയകളും നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. അതും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദിവസവും ഐശ്വര്യമുള്ളതായി മാറും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രധാന കാര്യം, ജൂലൈ മാസം ഏറ്റവും കൂടുതൽ ഐശ്വര്യമുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന ദിവസങ്ങളിൽ ജൂലൈ 15, 16 എന്നീ ദിവസങ്ങൾ എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണ്ണമായ ഈ ദിവസം മഹാലക്ഷ്മി അനുഗ്രഹമുള്ള ഈ നാളുകാർക്ക് വെച്ചടി കയറ്റമാണ്. ഈ ദിവസങ്ങളിൽ ഈ പറയുന്ന നാളുകാർക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വളരെയധികം കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈ 2 ദിവസം ഈ പറയുന്ന നാളുകാർക്ക് പൂർണ്ണമായും എത്തിച്ചേരും. അതിനുവേണ്ടി അവർ ചെയ്യേണ്ട കാര്യങ്ങളും പരിഹാരക്രിയകളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഈ നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പറയുന്നത് അശ്വതിയാണ്. എന്തുകൊണ്ടും വ്യാഴത്തിൻ്റെ മാറ്റം ഈ നാളുകാരെ തീർച്ചയായും നല്ല ലെവലിലെത്തിക്കും. സാമ്പത്തികമായ ഉയർച്ചയാണ് ഈ ദിവസം നിർവഹണം. ഇവരുടെ മാനസിക പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി ഈ ദിവസം മാറുകയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായും ഈ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നെയ്വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2 ദിവസം നിങ്ങളുടെ ദിവസമാണ്. നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചെടുക്കാൻ പറ്റിയ ദിവസമാണ്. അതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വളരെ ഭംഗിയോടുകൂടി ശ്രദ്ധയോടുകൂടി നിങ്ങൾ നെയ്വിളക്ക് രാവിലെ കത്തിക്കുക. ഈ 2 ദിവസങ്ങളിൽ രാവിലെയും രാത്രിയും നിങ്ങൾ മുടങ്ങാതെ കത്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ടോ അതെല്ലാം സാധിക്കാൻ പറ്റിയ ദിവസം. അടുത്ത നാൾ എന്ന് പറഞ്ഞാൽ രോഹിണിയാണ്. രോഹിണിക്കും ഇതുപോലെ തന്നെ ഐശ്വര്യപൂർണ്ണമായി ഈ ദിവസങ്ങളിൽ നിങ്ങൾ നെയ്വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ നാളുകാർക്കുള്ള പരിഹാരം നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. അടുത്ത നാൾ എന്ന് പറയുന്നത് ചിത്തിരയാണ്. ചിത്തിരയ്ക്കും ചോതിക്കും വളരെയധികം ഐശ്വര്യമുള്ള ദിവസമാണ്. എന്തുകൊണ്ടും സമ്പത്ത് വന്നു ചേരുന്ന ഈ ദിവസം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് വിജയമാണ്. നിങ്ങൾക്കുമുള്ള പരിഹാരക്രിയകൾ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തത് പൂരാടമാണ്. പൂരാടത്തിനും സമ്പത്തിൻ്റെ അഭിഷേകമാണ് ഈ ദിവസം. നിങ്ങൾ പ്രധാനമായും ഈ 2 ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കണം. അതുപോലെ തന്നെ ചെറിയ പരിഹാരക്രിയകളും അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തത് പുണർദമാണ്. പുണർദം, ആയില്യം എന്നിവർക്കെല്ലാം നല്ല ദിവസമാണ്. ഈ ദിവസങ്ങളിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെയധികം കിട്ടും. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മാറും. ഈ പറയുന്ന നാളുകാർക്കെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികമുണ്ട്. അതുകൊണ്ട് ഈ ആരോഗ്യ പ്രശ്നം പൂർണ്ണമായും മാറാൻ നെയ്വിളക്ക് കത്തിക്കാൻ നല്ലതാണ്. അതുപോലെ സാമ്പത്തിക പ്രശ്നം മാറുവാനും നല്ലതാണ്. മാനസിക ശാരീരിക പ്രശ്നം, കുടുംബ പ്രശ്നങ്ങൾ എല്ലാം പൂർണ്ണമായും ഈ 2 ദിവസങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കുറവ് ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ആരോഗ്യ പ്രശ്നമാണ്. അത് പൂർണ്ണമായും ഈ 2 ദിവസത്തെ പൂജയിലൂടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. അതുപോലെ അടുത്ത നാൾ എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഭരണി നാളുകാർക്കാണ് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ മാനസിക പ്രശ്നവും അവർക്ക് ഈ ദിവസങ്ങളിൽ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ പരിഹാരം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അവരും നെയ്വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെയും വൈകിട്ടും കത്തിച്ചാൽ നല്ലതാണ്. എങ്കിലും ഒരു വട്ടമെങ്കിലും കത്തിക്കാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, ശാരീരിക മാനസിക പ്രശ്നങ്ങളെല്ലാം മാറുകയും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്തുകൊണ്ടും അനുകൂലമാക്കി തീർക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നാളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം ചെയ്യാൻ, ജപിക്കുവാൻ ശ്രദ്ധിക്കണം. അതറിയാത്തവർ ഓം ശ്രീ മഹാലക്ഷ്മി എന്ന് 108 തവണ നിങ്ങൾ പറയണം.
അതിലൂടെ നിങ്ങളുടെ എല്ലാ മാനസിക പ്രശ്നങ്ങളും, ആരോഗ്യ പ്രശ്നങ്ങളും, എല്ലാം സാമ്പത്തിക പ്രശ്നങ്ങളും ഒരു 50% മാറുവാൻ നല്ലതാണ്. കാരണം ഈ 2 ദിവസങ്ങളിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈ നാളുകാർക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു നോക്കൂ. ഓം ശ്രീ മഹാലക്ഷ്മി എന്ന് 108 തവണ പറയും. അത് ജപിച്ച് നോക്കൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറും. അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം അറിയാവുന്നവർക്ക് അത് ജപിക്കും. ഇത്രയും 2 കാര്യങ്ങൾ ഈ പറയുന്ന നാളുകാരെല്ലാം ചെയ്തു നോക്കൂ. അതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ദിവസം വന്നു ചെയ്യും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൂടെ എല്ലാവർക്കും പൂജയിൽ ഉൾപ്പെടുത്തി ഐശ്വര്യങ്ങൾ എല്ലാം വന്നു ചേരട്ടെ. നമ്മുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഇല്ല. എല്ലാവർക്കും പേരിടാം, നാളിടാം. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവട്ടെ. എല്ലാ കുടുംബങ്ങളിലും ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.